എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിലാസിനി പറയുകയാണ്, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഒരുങ്ങിയിരിക്കുന്നവളാണ്. ഈ സമയത്ത് നല്ല പരിചരണമാണ് വേണ്ടത്. പാല്, നെയ്യ്, വെണ്ണ ഇതൊക്കെ 3 നേരം സേവിക്കണം. എനിക്കൊക്കെ കുറുന്തോട്ടി കഷായം വരെ ഉണ്ടായിരുന്നു. 2 നേരം എണ്ണയും കുഴമ്പും ഇട്ട് തേച്ച് കുളിയും. അത് കേട്ട് പരിഹസിക്കുകയാണ് ആനന്ദ്. ഇതൊക്കെ ഈ പട്ടരുടെ വീട്ടിൽ നടക്കുമോ? അന്നേരം ആനന്ദ് ചോദിക്കുകയാണ്, ഇളയമ്പ എന്താ കുളിപ്പിക്കാൻ വന്നതാണോ? നീ എന്താ ആനന്ദെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് സംസാരിക്കുന്നത്? ഞാൻ നിന്റെ അമ്മയുടെ സ്ഥാനത്തുള്ളവളാണ്. തൃച്ചംബരത്തേക്ക് പുതിയൊരു അനന്തരാവകാശി വരുമ്പോൾ അത് അവനോ അവളോ ആരോ ആയിക്കൊള്ളട്ടെ, അതൊരു രാജകുലത്തിൽ പിറക്കുന്നവനായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത്രയും പറഞ്ഞ ശേഷവും വിലാസിനി അകത്തൊക്കെ കയറി നോക്കുകയാണ്. അത് കണ്ട കല്യാണി ആനന്ദിനോട് പറയുകയാണ്, വലിയ കുഞ്ഞെ ദേ എന്ന് പറയുന്നു. അന്നേരം ആനന്ദും കല്യാണിയും കൂടി വിലാസിനിയുടെ പിറകെ പോവുകയാണ്. ആനന്ദ് ചോദിക്കുകയാണ്, ഇളയമ്പ എന്താ കുറുക്കൻ കോഴിക്കൂട്ടിൽ നോക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്? അയ്യോ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണട്ടെ. അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് കൊള്ളാമെന്നൊക്കെ വിലാസിനി പറയുന്നു. എനിക്ക് ഈ വീടങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? നല്ല ഐശ്വര്യമുള്ള വീട്. അയ്യോ, എനിക്ക് വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണണം. ചെറിയ വീടാണെങ്കിലും എന്തൊരു ഭംഗി. ശേഷം വിലാസിനി മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നോക്കിയാണ്. അപ്പോൾ ആനന്ദ് പറയുന്നു, നിക്കവിടെ, അഭ്യാസമൊന്നും ഇറക്കേണ്ട. ഇത്തരം 4-കിട വേലകളൊക്കെ വല്ല പുതിയ കുട്ടികളോടും പരീക്ഷിക്ക്. എത്ര തവണ എന്നോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടവരാണ് നിങ്ങൾ, എന്നിട്ടും പഠിച്ചില്ലേ? സത്യം പറ, നിങ്ങൾ എന്റെ അമ്മയെ തേടിയല്ലേ ഇങ്ങോട്ട് വന്നത്? അയ്യോ, എന്താ ആനന്ദേ നീ പറയുന്നത്? ഞാൻ അഖിലേച്ചിയെ തേടി ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്തിരിക്കുന്നു? അല്ലെങ്കിൽ തന്നെ അഭിമാനിയായ അഖിലേച്ചി ഇതുപോലുള്ള ഒരു വീട്ടിലൊക്കെ കയറി ഒളിച്ചിരിക്കുമോ? അന്നേരം അനിയൻകുട്ടനും അമ്പൂട്ടിയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അശ്വിനി പറയുകയാണ്, മോളെ കല്യാണി, ഇവനി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആനന്ദ് പറയുകയാണ്, വേണ്ട, മര്യാദയ്ക്ക് ഞാൻ പറയുന്നു, നിങ്ങൾ ഇറങ്ങിപ്പോകും. അന്നേരം അനിയൻകുട്ടൻ അമ്പൂട്ടിയോട് പറയുകയാണ്, ഇതാണ് വിലാസിനി. ആനന്ദ് പറയുകയാണ്, മേലാൽ അമ്മയെ തേടിയുള്ള വരവ് ഇങ്ങോട്ട് വേണ്ട. അപ്പോൾ വിലാസിനി പറയുകയാണ്, ഓ, നിന്റെ അമ്മ പോലീസിനെ പേടിച്ച് നാടുവിട്ട കാര്യമൊക്കെ നീ അറിഞ്ഞു, എന്നിട്ടാണോ ഇവിടെ വന്ന് അടയിരിക്കുന്നത്? ആനന്ദ് പറയുകയാണ്, എന്നെ കൊണ്ട് കടുങ്കൈയൊന്നും ചെയ്യിപ്പിക്കരുത്. നീ എന്റെ നേരെ വിരൽ ചൂണ്ടിയൊന്നും സംസാരിക്കേണ്ട. ഞാൻ എങ്ങ് പോയേക്കാം. നീ ഇനിയും നിന്റെ അമ്മയെ മനസ്സിലാക്കിയില്ലേ ആനന്ദേ? ഒരു കാര്യം ഞാൻ പറയാം. ഈ കേസന്വേഷണത്തിന്റെ പേരിൽ അഖിലേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യാനൊന്നും പോണില്ല. ഏത് പ്രതിബന്ധങ്ങളെയും നേരിടാൻ കരളുറപ്പുള്ളവളാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. നേരം കല്യാണി പറയുകയാണ്, അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷെ എന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ അഖില മേഡം ഉണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. വിലാസിനി പറയുകയാണ്, എടി, ഇതൊക്കെ നിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഇവരുടെ തന്ത്രങ്ങളാണ്. ഇവര് നിന്നെ ചതിക്കുകയാണ്. തൃച്ചംബരത്തെ ഈ 2 ആൺമക്കളും കൂടി ചേർന്ന് നിന്നെ വിഡ്ഢിയാക്കുകയാണ്. അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ മരണത്തിനു പിന്നിൽ ഇവരുടെ അമ്മയുണ്ടെന്നുള്ള കാര്യം നിന്നിൽ നിന്നും ഇവർ എന്തിനു മറച്ചുവച്ചു? ഈ വിലാസിനി പറഞ്ഞിട്ടല്ലേ നീ അറിഞ്ഞത്? ഇവരാരാണെന്നറിയുമോ നിനക്ക്? ഇവര് നാടകം കളിക്കുകയാണ്. നിന്നെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത് ഇവര്. അഖിലേച്ചിയെ ഒളിപ്പിച്ചതും ഇവര് തന്നെ. ഇവരെ വിശ്വസിക്കരുത്. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത്. ആനന്ദ് ചോദിക്കുകയാണ്, നിങ്ങൾ ഇറങ്ങി പോകുന്നോ അതോ ഞാൻ പിടിച്ചു പുറത്താക്കണോ? വേണ്ട വേണ്ട, ഞാൻ പോയേക്കാം. ശേഷം വിലാസിനി കല്യാണിയോട് പറയുകയാണ്, കല്യാണി, നീ ഒന്ന് ഓർത്തോ, നിനക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാകില്ല. കാരണം ഇവന് നീയല്ല വലുത്, ഇവന്റെ അമ്മ തന്നെയാണ്. അത് നീ ഓർത്തോ. അതിനുശേഷം വിലാസിനി അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്തേക്ക് IG വരികയാണ്. IGO എന്നും പറഞ്ഞ് ശിവരാമകൃഷ്ണൻ പുറത്തേക്ക് വരികയാണ്. ശിവരാമ, എന്താടോ, സമാധാനമായി ജോലി ചെയ്യാൻ താൻ എന്നെ അനുവദിക്കില്ല അല്ലേ? കാരണം സാർ ഇങ്ങോട്ടിരിക്കണമെന്ന് ശിവരാമകൃഷ്ണൻ പറയുകയാണ്. കോളേജിൽ തന്റെ സീനിയറായിട്ട് പഠിച്ചു എന്ന ഒറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. താൻ എന്താ നിൽക്കുന്നത്? ഇരിക്കു ശിവരാമ. അഖില ശിവരാമനെ രഹസ്യമായി വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ല സാർ, എവിടെയാണെങ്കിലും എന്നെ വിളിക്കാതിരിക്കുന്നവളല്ല അഖില. അതാണ് എനിക്കൊരു ടെൻഷൻ. ദൂരയാത്രയാണെങ്കിലും ദിവസം 3 നേരം എന്നെ വിളിക്കും. പ്രധാനമായും ഞാൻ മരുന്ന് കഴിച്ചോ എന്നാണ് അറിയേണ്ടത്. പറയുകയാണ്, ഇതിലും വലിയ കേസൊക്കെ മുൻപ് തൃച്ചംബരത്ത് ഉണ്ടായിട്ടുള്ളതല്ലേ? അപ്പോഴൊന്നും ഭയപ്പെടാത്ത അഖില ഇക്കാര്യത്തിൽ മാത്രം എന്തിനു ഭയപ്പെടുന്നു? രാമകൃഷ്ണൻ പറയുകയാണ്, ഭയപ്പെട്ടു പോയതാകാൻ വഴിയില്ല. പിന്നെ ആ DYSP 3-ാമത്തെ പ്രാവശ്യമല്ലേ തൃച്ചംബരം തേടി വരുന്നത്? ഒരു തരം പകവീട്ടും പോലെയാണ് അയാളുടെ പെരുമാറ്റം. ശിവരാമ, IGക്ക് മേലെയല്ല DYSP. ആ DYSPയുടെ കാര്യത്തിൽ താൻ പേടിക്കേണ്ട. ഞാൻ വേറെ ചുമതല കൊടുത്ത് അയച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ പണിഷ്മെന്റ് എന്ന് തന്നെ പറയാം. അത് കേട്ട് സന്തോഷമെന്ന് ശിവരാമകൃഷ്ണൻ പറയുകയാണ്. അന്നേരം നന്ദനയും അവിടേക്ക് വരുന്നുണ്ട്. രാമകൃഷ്ണൻ പറയുകയാണ്, ഇത് 2-ാമത്തെ മരുമകളാണ് നന്ദന. മോളെ IG ആണ് ജിതേന്ദ്രവർമ്മ സാർ. IG പറയുകയാണ്, കോളേജിൽ ഞാൻ ശിവരാമന്റെ സീനിയർ ആയിരുന്നു. അല്ല, നന്ദന എന്ത് ചെയ്യുന്നു? ബിസിനസ് ആണ്, ഹോട്ടൽസ് ആണ് കൂടുതലും. ജന്മദേശം എന്ന് ചോദിക്കുമ്പോൾ
നന്ദന പറയുകയാണ് എറണാകുളം, പക്ഷേ ഫാദറും മദറും അങ്ങ് മുംബൈയിലാണ്. ഫാദറിന്റെ പ്രധാന ബിസിനസ്സും ഹോട്ടൽസ് തന്നെയാണ്. ദുബായിലും ഉണ്ട്. അപ്പോൾ ഐജി പറയുകയാണ്, ഓ, നമ്മുടെ നാരായണന്റെ മകളാണല്ലേ? അപ്പോൾ ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, സാർ അറിയുമോ നാരായണനെ? കേട്ടു പരിചയമുണ്ട്. ആരോ പറഞ്ഞതായി കേട്ടതായി ഞാൻ ഓർക്കുന്നുണ്ട്. നാരായണന്റെ മകളെയാണ് ശിവരാമന്റെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന്. മോളെ, സാറിന് ചായ കൊടുക്കുന്ന ശിവരാമകൃഷ്ണൻ പറയുകയാണ്. ഓക്കെ, ഇപ്പൊ കൊണ്ടുവരാന്നും പറഞ്ഞ് നന്ദന പോവുകയാണ്. ഐജി ചോദിക്കുകയാണ്, മക്കൾ രണ്ടുപേരും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ അല്ലേ? മൂത്തയാൾ ആനന്ദ് ഇപ്പോൾ കമ്പനിയിൽ ഇല്ല, പിന്മാറിയതാണ്. ചില ഫാമിലി ഇഷ്യൂസ്. അവൻ പുതിയൊരു കമ്പനി തുടങ്ങുകയും ചെയ്തു. ഐജി പറയുകയാണ്, ചിലതൊക്കെ എനിക്കറിയാം. ഈ മരിച്ച ദാസ് മൂത്ത മകന്റെ ഫാദർ ഇൻ ലോ ആണല്ലേ? അതെ സാർ. അന്നേരം ഐജിക്ക് ഒരു കോൾ വരികയാണ്. ഫോൺ എടുത്ത ഐജി പറയുകയാണ്, ഈ അന്വേഷണം പോരാ, സ്പീഡാക്കണം. സിറ്റി പോലീസ് കമ്മീഷണർ ലീവ് കഴിഞ്ഞ് വന്നില്ലേടോ? എല്ലായിടത്തും അന്വേഷിക്കണം. എല്ലാ ലോക്കൽ സ്റ്റേഷനിലേക്കും മെസ്സേജുകൾ പാസ് ചെയ്യണം. എന്നിട്ട് എത്രയും വേഗം എനിക്ക് റിപ്പോർട്ട് അയക്കണം. ആ ശരി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഐജി. അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നുണ്ട് ശിവരാമ, താൻ ടെൻഷൻ ആകാതെ. നമ്മൾ പറഞ്ഞു വന്നത് ആനന്ദിന്റെ ഭാര്യയുടെ അച്ഛനാണ് ദാസ്. ഈ രണ്ട് കുടുംബങ്ങളും അത്ര നല്ല രസത്തിലല്ലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് സത്യമാണെന്ന് ശിവരാമകൃഷ്ണൻ പറയുകയാണ്. ദാസിനെ അഖില വിളിച്ചു വരുത്തിയതായിരുന്നു അല്ലേ? അതെ സാർ, പക്ഷേ അതൊരു സതുദ്ദേശത്തോടെ ആയിരുന്നു. അന്നേരം അവിടേക്ക് അരവിന്ദ് വരികയാണ്. അരവിന്ദിനെ കണ്ടപ്പോൾ ശിവരാമകൃഷ്ണൻ പറയുകയാണ്, രണ്ടാമത്തെ മകനാണ് അരവിന്ദ്. മോനെ ജിതേന്ദ്രവർമ്മ സാർ. ഐജി രണ്ടുപേരും നമസ്കാരം പറയുകയാണ്. അന്നേരം നന്ദന ചായയുമായി അവിടേക്ക് വരുന്നു. ഐജി ചോദിക്കുകയാണ്, അമ്മ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് അരവിന്ദിന് വല്ലതും അറിയാമോ? ഒന്നും അറിയില്ല സാർ. എവിടെയൊക്കെയാണ് സാധാരണ പോകാറുള്ള സ്ഥലത്തൊക്കെ ഞാൻ അന്വേഷിച്ചു. അവിടെയൊന്നും അമ്മ ചെന്നിട്ടില്ല. നന്ദനയ്ക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അഖിലാന്റി എവിടെ പോയാലും സാധാരണ എന്നോട് പറയാറുള്ളതാണ്. പക്ഷെ പോലീസ് അന്വേഷണം വന്നപ്പോൾ അപ്രതീക്ഷിതമായി എവിടേക്ക് പോയതാണ്. ഐജി വീണ്ടും ചോദിക്കുകയാണ്, കമ്പനികളിലെ ആർക്കെങ്കിലും വല്ലതും അറിയാമോ? അരവിന്ദ് പറയുകയാണ്, കുറച്ചു കാലമായിട്ട് കമ്പനിയിൽ അമ്മ അങ്ങനെ വരാറില്ലായിരുന്നു. ഐജി പറയാണ്, ഇനി ദൂരെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഇല്ല, അഖില ഒരു തീർത്ഥാടന പ്രിയയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശിവരാമകൃഷ്ണൻ പറയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. മാത്രമല്ല ഇളയച്ചൻ ഋഷികേശ സ്വാമികളുടെ നിർദ്ദേശപ്രകാരം മാത്രമേ തീർത്ഥാടനത്തിന് പോകാറുള്ളൂ. അന്നേരം ഐജിക്ക് വീണ്ടും ഒരു കോൾ വരികയാണ്. ഫോൺ എടുത്ത ഐജി ഹലോ എന്ന് വിളിച്ച ശേഷം ചോദിക്കുകയാണ്, ആരാ കണ്ടെത്തിയത്? ലൊക്കേഷൻ അത് തന്നെയാണെന്ന് എങ്ങനെയാണ് വ്യക്തമായത്? ശരി, FIR ഇട്ടോ. ഇപ്പോൾ ആരൊക്കെയാണ് അവിടെ ഉള്ളത്? അന്നേരം അവിടേക്ക് വിലാസിനിയും വരുന്നുണ്ട്. ഐജി ഫോണിൽ പറയുകയാണ്, എന്നാൽ ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തോളൂ. എന്നിട്ട് വിളിക്കുകയാണ്, ശിവരാമ, അഖിലയെ തിരയുന്ന അന്വേഷണ സംഘം ഒരു ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അത് അഖിലയുടേതാണെന്നാണ് പ്രാഥമിക നിഗമനം. അത് കേട്ട് ആകെ തളരുകയാണ് ശിവരാമകൃഷ്ണനും അരവിന്ദും നന്ദനയും. വിലാസിനി ഒരുപോലെ അമ്പരക്കുന്നുണ്ട്. അവരവിടെ ഇപ്പോൾ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ഇത്രയും കേട്ട വിലാസിനി വീണ്ടും കാറിൽ കയറി പോവുകയാണ്. ഐജി പറയുകയാണ്, മരിച്ചത് അഖിലയാകാനാണ് സാധ്യത. അത് കേട്ട് തളർന്ന് കസേരയിൽ ഇരിക്കുകയാണ് അരവിന്ദ്. ഒന്നും മിണ്ടാനാകാതെ സങ്കടം കടിച്ചമർത്തി നിൽക്കുകയാണ് ശിവരാമകൃഷ്ണൻ. അരവിന്ദിനെ സമാധാനിപ്പിക്കുകയാണ് നന്ദന. പിന്നീട് കാണിക്കുന്നത് ശ്രീനിയെയും പ്രിയങ്കയുമാണ്. അവിടേക്ക് വിലാസിനി വരികയാണ്. കാറിൽ നിന്നിറങ്ങിയ വിലാസിനി ദേഷ്യത്തോടെ പ്രിയങ്കയോട് ചോദിക്കുകയാണ്, കൊന്നോ എന്റെ അഖിലേച്ചിയെ? എടി, നിനക്ക് നേരെ പലതവണ തോക്ക് ചൂണ്ടിയിട്ടും കൊല്ലാതെ വിട്ടതല്ലേ എന്റെ ചേച്ചി? എന്നിട്ടും നീയൊക്കെ കൂടി ഇതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. കുടുംബം ഇല്ലാതാക്കും എന്ന് കരുതിയപ്പോൾ കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്ത് തെറ്റാടി ആ പാവം നിന്നോടൊക്കെ ചെയ്തത്? ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. ഞാൻ ഐജിയെ കണ്ടിട്ടാണ് വരുന്നത്. ഇത്രയും വളരെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് വിലാസിനി. അതിനുശേഷം പ്രിയങ്കയോട് ചോദിക്കുകയാണ്, എവിടെ എന്റെ ചെങ്കോലും കിരീടവും? എനിക്കിനി തൃച്ചംബരത്തെ മഹാറാണിപ്പട്ടം എവിടെ? താ എന്ന് പറയുകയാണ് വിലാസിനി. ആന്റി എന്ന് പ്രിയങ്ക വിളിക്കുമ്പോൾ വിലാസിനി പറയുകയാണ്, അതെ, വേളിക്കായലിൽ അഖിലാണ്ടേശ്വരിയുടെ ബോഡി പൊങ്ങി. അത് കേട്ട് വീണ്ടും ആന്റി എന്ന് വിളിക്കുകയാണ് പ്രിയങ്ക. അയ്യോ, ഞാൻ ഇപ്പോൾ അറിഞ്ഞതേയുള്ളൂ. ആന്റി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അഖിലയുടെ ശവം പൊങ്ങിയെന്നോ? വിലാസിനി പറയുകയാണ്, ഓ, ഒന്നും അറിയാത്ത പോലെ. ഞാൻ പറഞ്ഞത് സത്യമാണ്, പരമമായ സത്യം. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണന്റെ സുഹൃത്തില്ലേ ആ ഐജി? അയാള് ശിവരാമേട്ടനോട് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അതല്ലേ ഞാൻ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഓടി വന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ രാത്രി ഞാൻ തിരിച്ചു വരുമോ? എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പ്രിയങ്കേ. നീ പറഞ്ഞ വാക്ക് പാലിച്ചു. എന്നെ തൃച്ചംബരത്തെ റാണിയാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോ അതും സാധ്യമാക്കി. ഇതാണ് ക്ഷത്രിയ രക്തം, അതാണ് നാഗമടത്ത് പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചിരിക്കുകയാണ് വിലാസിനി. അപ്പോൾ പ്രിയങ്ക പറയുകയാണ്, അങ്ങനെ ഒരുപാടൊന്നും സന്തോഷിക്കേണ്ട ആന്റി. സന്തോഷിക്കും. എന്താ പ്രിയങ്കേ? അഖില മരിച്ചെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ?
അയ്യോ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അഖില മരിച്ചു. ഇനി ഇതാ കുറച്ച് ചന്ദനമുട്ടികളിൽ എരിഞ്ഞ് ഭസ്മമാകാനുള്ള സമയം മാത്രം ബാക്കി. പ്രിയങ്ക പറയുകയാണ്, ആന്റി, മരിച്ചത് അഖിലയല്ല. നേരം ഒന്ന് അമ്പരക്കുകയാണ് വിലാസിനി. പ്രിയങ്കയെന്ന് വിളിക്കുമ്പോൾ പ്രിയങ്ക പറയുകയാണ്, അതെ, മരിച്ചത് അഖിലയുടെ മുഖമുള്ള രാജരാജേശ്വരിയാണ്. ഒരേ മുഖമുള്ള 2 പേരിൽ ഒരാൾ. പ്രിയങ്കെ, നീ വെറുതെ തമാശ. രാജരാജേശ്വരിയാണ് മരിച്ചതുപോലും. പ്രിയങ്ക പറയുകയാണ്, തമാശയല്ല, സത്യം. ആന്റി പലപ്പോഴും എന്റെ വീട്ടിൽ വെച്ച് അഖിലയെ കണ്ടുവെന്ന് പറഞ്ഞിട്ടില്ലേ? അന്നേരം വിലാസിനി രാജേശ്വരിയെ പ്രിയങ്കയുടെ വീട്ടിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. പ്രിയങ്കയെന്ന് വിലാസിനി വിളിക്കുമ്പോൾ പ്രിയങ്ക പറയുകയാണ്, അതെ, അഖിലാണ്ടേശ്വരിയുടെ അച്ഛന് മറ്റൊരു ഭാര്യയിൽ പിറന്ന മകൾ രാജരാജേശ്വരി. ശ്രീനി പറയുകയാണ്, തൃച്ചംബരത്തോടുള്ള അവരുടെ പക തീർക്കാൻ കൂട്ടുപിടിച്ചതാണ് നാഗമടത്തുകാരായ ഞങ്ങളെ. പ്രിയങ്ക പറയുകയാണ്, അതുകൊണ്ട് ആന്റി വിശ്വസിച്ചേ പറ്റൂ. അഖിലാണ്ടേശ്വരി എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോ അന്ന് ദാസേട്ടനെ എന്ന് വിലാസിനി പറയുമ്പോൾ പ്രിയങ്ക പറയുകയാണ്, അതെ, ഓരോന്നോരോന്നായി ഓർത്തെടുക്കാൻ പാടുപെടണ്ട. കുറച്ചുനാള് ഈ തൃച്ചംബരത്ത് ഉണ്ടായിരുന്നത് രാജരാജേശ്വരി തന്നെയാണ്. അന്നേരം വിലാസിനി രാജേശ്വരി തനിക്ക് നേരെ തൃച്ചംബരത്ത് വെച്ച് തോക്ക് ചൂണ്ടിയതും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആലോചിക്കുകയാണ്. വിലാസിനിയെ അടിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് കവിളിൽ കൈവയ്ക്കുകയാണ് വിലാസിനി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക്